നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെയാണ് നാഗേന്ദ്രൻ ഇത്രയും ശത്രുത അനന്തപുരിയോട് വന്നതെന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്കൊക്കെ കഥ പോവുകയാണ് കേട്ടോ. ആദർശ് തന്നെയാണ് ഇത് കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം അവസാനം വിവാഹ നിശ്ചയം വരെ മാറ്റി വയ്ക്കേണ്ടി വരികയാണ്. ആദർശ് മനസ്സിലാക്കുന്നുണ്ട് അവന്തികയും അവളുടെ അച്ഛൻ്റെ കൂടെ ചേർന്ന് കുടുംബത്തെ ചതിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോഴാണ് ആദർശ് നയനയോട് പറയുന്നത് കേട്ടോ, എന്താണ് ഇതിന് പിന്നിൽ ഇത്രയും വലിയൊരു ശത്രുത ഉണ്ടാകാൻ കാരണം? ആരും അതങ്ങ് തുറന്നടിച്ച് പറയുന്നില്ല. ഇനിയിപ്പോൾ മുത്തച്ഛനോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷേ യഥാർത്ഥ കാരണം എന്താണെന്നറിയണം. നാഗേന്ദ്രന് എല്ലാവരോടും ഇത്രയും ശത്രുത വരാൻ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദർശ് ഇറങ്ങുകയും അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ച് ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി പറയുകയാണ് ആദർശിനോട്, ആദർശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പല പ്രാവശ്യവും നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യനായിട്ട് എന്നെ കണ്ടില്ലേലും ഒരു മൃഗത്തിന് കൊടുക്കുന്ന വിലയെങ്കിലും എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് ചോദിക്കുക, അതെന്താ അനി നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് ആദർശേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഈ വിവാഹ നിശ്ചയത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്. അവന്തികയെ അങ്ങനെ ഒരു ഭാര്യയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. അതെനിക്ക് അംഗീകരിച്ച് തരാനും പറ്റില്ല. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പല ആവർത്തി പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങളാരും അതൊന്ന് മനസ്സിലാക്കാനോ അതനുസരിച്ച് പെരുമാറാനോ തയ്യാറാവുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയുക, അതാനി മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതല്ലേ, അതിനിയിപ്പം നമ്മൾ മാറ്റാൻ പറ്റില്ല. അവന്തിക നിനക്ക് ചേരുന്ന പെൺകുട്ടി തന്നെയാണ്. നമ്മുടെ കുടുംബത്തോട് സ്നേഹമുള്ളൊരു പെൺകുട്ടി. അവൾ നിൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇല്ല, അത് നടക്കില്ല. എനിക്ക് അവളെ ഭാര്യയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇത് തന്നെയല്ലേ അനാമികയുടെ കാര്യത്തിൽ നിങ്ങളെല്ലാം പറഞ്ഞത്. എന്നിട്ട് എന്തായി? അവളെ എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ച് അവസാനം എന്തായെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോൾ ഇതുകൂടി എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റേതായ തീരുമാനങ്ങളൊക്കെ എടുക്കും ആദർശേട്ടാന്ന് ഭയങ്കര ദേഷ്യത്തോടെ പറയുക. അപ്പം നയനയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നയന പറയുക, അനി നീ നന്ദുവിനെ ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ആ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് പറയാം. അപ്പോൾ അനി പറയാം, അതെന്താ നടക്കാത്തത്? ഏടത്തി ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നതുകൊണ്ട് ഇനി നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ മേലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ട് കൂടി നിങ്ങൾ ആ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. ആദർശനെക്കുറിച്ചും നയനേജത്തെക്കുറിച്ചും ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. പക്ഷേ നിങ്ങളും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണ്. എൻ്റെ ജീവിതം വെച്ചാൽ എല്ലാവരും കളിക്കുന്നതെന്ന് ആലോചിച്ചോണം. ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതെന്താ നീ പറയുന്നത്? ഇന്നല്ലേ നിൻ്റെ വിവാഹ നിശ്ചയം, എന്നിട്ട് ഈ രാവിലെ ഇത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. അനി പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, പക്ഷേ നിങ്ങളാരും അത് അംഗീകരിക്കാത്തത് കൊണ്ട് ഞാനത് മുന്നോട്ട് പോയെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അനി നീ അവന്തികയുമായിട്ട് യോജിച്ചു പോകാൻ നിനക്ക് പറ്റും. നന്ദു ഇപ്പം നിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ മാറും. അത് കഴിയുമ്പം അവന്തികയായിട്ട് നിനക്ക് യോജിച്ചു പോകാമെന്ന് പറയാം. ഉടനെ അനി പറയുന്നുണ്ട്, നന്ദു എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശരി, ഈ അവന്തികയായിട്ടൊന്നും യോജിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. അവളെ ഞാനൊരു ഭാര്യയായിട്ട് കാണുന്നത് എങ്ങനെ ആദർശേട്ടാ? ആദർശേട്ടന് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാൻ? അതുപോലല്ലേ നമ്മൾ ജീവിച്ചു വന്നത്. എന്നിട്ടിപ്പം അവളെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞാൽ എന്നെ അതിൽ പേര് അങ്ങോട്ട് വിഷം തന്ന് കൊല്ലുന്നതാണെന്നൊക്കെ അനി പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാം. അങ്ങനെ പോയി കഴിയുമ്പം നമ്മുടെ ആദർശും നയനയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക കേട്ടോ. ആദർശും നയനയും കൂടെ പറയുന്നുണ്ട്, അതെ ആദർശേട്ടാ, നമ്മൾ അവൻ്റെ മനസ്സിൽ നന്ദു ഉള്ളത് കൊണ്ടായിരിക്കും വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അനിയുടെ മനസ്സിലെ ആ ചിന്തകളൊക്കെ അങ്ങ് മാറും. അവന്തികയുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കും എന്ന് പറയുമ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് ആദർശ്, ശരിയാ, പക്ഷേ അവൻ്റെ മനസ്സിൽ നല്ല വിങ്ങലുണ്ട്, നല്ല വിഷമമുണ്ട്. അവന്തികയെ ഭാര്യയായിട്ട് സ്വീകരിക്കാനൊന്നും അവന് താല്പര്യമില്ല. പിന്നെ നമ്മൾ ഈ വിവാഹ നിശ്ചയം എങ്ങനെയാണ് മുടക്കുക? ഇന്നത്തെ ദിവസം തന്നെ മുത്തശ്ശൻ വിവാഹ നിശ്ചയം പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ നമ്മൾ ചെന്നിട്ട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ എന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ.
അതേസമയം നമ്മുടെ നവ്യ ഉണ്ടല്ലോ, നവ്യ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇത് ശരിയാവാനൊന്നും പോകുന്നില്ല. അവന്തിക അവൾ പേരും കള്ളിയാണ്. ആണ്ടെ വിവാഹ നിശ്ചയത്തിനായിട്ട് അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുങ്ങുന്നു കുടുംബം തകർക്കാൻ വേണ്ടി. അവളുടെ അച്ഛൻ്റെ കൂടെ ചേർന്ന് ഈ കുടുംബം തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ അവന്തികയ്ക്കുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിൽ വിചാരിക്കുക. ഈ വിവാഹ നിശ്ചയം നടന്ന പാവാനി അവൻ ഒരുപാട് വിഷമിക്കും. അവൻ ഈ അവൻ്റെ ജീവിതത്തിലേക്ക് ഈ പെരുങ്കള്ളി വരാൻ പാടില്ല. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ സത്യമെല്ലാം ചെന്ന് എല്ലാവരോടും വിളിച്ചു പറയാന്ന് വെച്ചാൽ അത് ആരെങ്കിലും അംഗീകരിക്കുമോ? ആരും അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മനഃപൂർവ്വം അസൂയ കൊണ്ട് ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണെന്നേ എല്ലാവരും പറയുള്ളൂ. വ്യക്തമായ തെളിവുകൾ വേണം. അത് തന്നെയല്ല, ഈ അവസാന നിമിഷം ഞാൻ പറഞ്ഞാലൊന്നും അവർ അംഗീകരിക്കില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അനിയുടെ ജീവിതം തകരുന്നത്. അനിയും നന്ദും കൂടി നല്ല ഇഷ്ടത്തിൽ തന്നെയാണ്. ഇത്രയൊക്കെ ആയിട്ടും അവരുടെ മനസ്സിലെ ആ ഇഷ്ടം മാറിയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അനിയും നന്ദുവും തന്നെയാണ് ഒന്നിക്കേണ്ടത്. അവന്തിക എന്ന് പറയുന്ന ദുഷ്ടത്തി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടനെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ അറിയിക്കാം. അവന്തികയുടെ ചതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദർശേട്ടനെ അറിയിക്കാം എന്ന് വിചാരിക്കാം. അങ്ങനെ നവ്യ തന്നെ നവ്യയുടെ ഫ്രണ്ടിനെ കൊണ്ട് ആ അവസാന നിമിഷം എങ്ങനെയെങ്കിലും മുടക്കണമല്ലോ. ഈ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവുമല്ലേ. അതുകൊണ്ട് തന്നെ നവ്യയുടെ ഫ്രണ്ടിനെ കൊണ്ട് ഒരു മെസ്സേജ് അയപ്പിക്കുകയാണ് ആദർശിന്. അത് അവന്തികയെ നിങ്ങളാരും വിശ്വസിക്കരുത്. അവന്തികയുടെ ഉള്ളിൽ ഒരു ചതിയുണ്ട്. അവളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാനേ പാടില്ല. അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ദേ അനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. അനിയുമായിട്ട് അവന്തിക വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുന്നത് തന്നെ അവളുടെ അച്ഛൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ്. നാഗേന്ദ്രയും അവന്തികയും അഭിയും ഒക്കെ ഒന്നാണ്. ഒരിക്കലും അവർ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവന്തിക ചതിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ അഭിയേക്കാളും വലിയ ചതി അവന്തികയുടെ മനസ്സിലാണുള്ളത്. അച്ഛൻ പറയുന്നതനുസരിച്ച് തുള്ളിയാണ് അനിയുമായിട്ടുള്ള വിവാഹത്തിന് അവളെ സമ്മതിച്ചിരിക്കുന്നത്. അനന്തപുരി തറവാട് തകർക്കുകയെന്നും മുത്തച്ഛൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുക എന്നുള്ളതുമാണ് ആ നാഗേന്ദ്രയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ ആദർശ് ശ്രദ്ധിക്കണം എന്ന് മെസ്സേജ് വരിക. അപ്പോൾ ഈ മെസ്സേജ് വോയിസ് കേട്ട് കഴിയുമ്പോൾ ആദർശനാകപ്പാടെ കൺഫ്യൂഷൻ ആവുകയാണ്. ആരെങ്കിലും മനഃപൂർവ്വം ഇത് ചെയ്യുന്നതായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഇതിനു മുമ്പ് ഈ നമ്പറിൽ നിന്ന് തന്നെ പല വിലപ്പെട്ട മെസ്സേജുകളും തനിക്ക് വന്നു, പല വിലപ്പെട്ട കോളുകളും വന്നു. അതൊക്കെ അനുസരിച്ച് താൻ മുന്നോട്ട് പോയപ്പോഴാണ് തനിക്ക് ചതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയതും നാഗേന്ദ്രയെക്കുറിച്ചിട്ടും AM ജ്വല്ലറിയെക്കുറിച്ചിട്ടും ഒക്കെ ഉള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞതും. അങ്ങനെയുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരു വെൽവിഷറായിട്ടുള്ള ഒരാൾ ഇതുവരെ നിന്നിട്ട് പിന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട്, അവന്തികയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതിലൊക്കെ എന്തെങ്കിലും സത്യം കാണും. കാരണം ഇത്രയും നാൾ ഈ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജുകളെല്ലാം സത്യമായിരുന്നു എന്ന് ആദർശ് ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ആദർശ് മനസ്സിൽ ആലോചിക്കുകയാണ്, ഇതെല്ലാം സത്യമായിരുന്നു. ഇനിയിപ്പം എന്താണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അവന്തിക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ ഇപ്പം കുടുംബത്ത് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെയാണ് അവന്തിക പോകുന്നത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പൊന്നോമനയായിട്ടാണ് പോകുന്നത്. അവളുടെ അച്ഛനെ പോലെയും അമ്മയെ പോലെയും ഏട്ടനെ പോലെയും ഒന്നും അല്ല അവളുടെ പെരുമാറ്റം. പിന്നെ ആരും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ നമ്പറിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം എന്ന് വിചാരിക്കുകയാണ് ആദർശ് കേട്ടോ. അങ്ങനെ ആദർശ് വന്ന് നയനയോട് സംസാരിക്കുക. നയനെ, ദേ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അവന്തികയെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അവളുടെ ഉള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നാഗേന്ദ്രയുടെ ആളാണ് അവളെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ മെസ്സേജിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇതിനു മുമ്പ് പല മെസ്സേജുകളും പല വിവരങ്ങളും കിട്ടിയ ആ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറയുക. അപ്പം നയന പറയുക, അങ്ങനെയൊക്കെ മെസ്സേജ് വന്നു, ആരെങ്കിലും ചതിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതായിരിക്കും ആദർശേട്ടാന്ന് പറയുമ്പം പറയുക, അങ്ങനെ ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നാൽ അങ്ങനെ ചതിക്കുന്ന നമ്പറാണെന്ന് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പം നയനയും പറയുക, ശരിയാ, അവന്തികയുടെ ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നാണ് അനിയും വിളിച്ച് പറയുന്നത്. പല പ്രാവശ്യം അവനങ്ങനെ വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പം നമ്മളും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ. അവളും അവളുടെ അച്ഛനുമായിട്ട് ചേർന്ന് എന്തെങ്കിലും അനി പറയുന്നതും അങ്ങനെ തന്നെ ആദർശേട്ടാ. അനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. അവൻ കമ്പനിയുടെ MD ആയിരുന്ന സമയത്ത് അവൻ്റെ ആ MD കസേരയെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രമാണ് അവന്തിക ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ്.
പിന്നെ ഇപ്പം അച്ഛൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ചിലപ്പോൾ അനിയയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവന്തിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, പിന്നെ നയനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ഈ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇങ്ങനൊരു വിവരം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ചെന്ന് ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് നേരിട്ട് മുത്തശ്ശനോട് പറയാൻ പറ്റുമോ? അത് നടത്തരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ നയന പറയാണ്, ശരിയാണ്, പക്ഷേ അനിയുടെ ജീവിതം തകർന്നു പോയില്ലേ ആദർശേട്ടാ? അനാമികയെപ്പോലെ തന്നെ അവൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ട് മാത്രമാണ് അവന്തികയും ഈ അനിയെ വിവാഹം കഴിക്കാൻ തയ്യാറായതെങ്കിൽ പിന്നെ അതിനുശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ ജീവിതം അനാമിക ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നെന്ന് നമ്മൾ കണ്ടതല്ലേ ആദർശേട്ടാ? പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ എന്തെങ്കിലും മുത്തശ്ശനോട് പറഞ്ഞ് ഈ വിവാഹ നിശ്ചയം തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കണമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുക, എങ്ങനെ പറയാം മുത്തശ്ശനോട് ഈ വിവരം? അവൾ ചതിക്കുകയായിരുന്നുള്ള കാര്യം അവരൊക്കെ അവളെ നന്നായിട്ട് വിശ്വസിച്ചിരിക്കുക നയനെന്ന് പറയാം. അത് നമ്മൾ പറയണ്ട, കാരണം അതിന് നമ്മുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. അവന്തിക അച്ഛൻ്റെ ഒപ്പമാണെന്നും അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്നൊന്നും നമുക്കും അറിയില്ലല്ലോ. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ ആദർശേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ മതി. അനിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണെന്നും അവൻ ഇന്ന് വിവാഹ നിശ്ചയത്തിന് തയ്യാറല്ലെന്നും പറയണം. അതുകൊണ്ട് വിവാഹ നിശ്ചയം കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെക്കാൻ മുത്തശ്ശനോട് പറയണം. കാരണം അനി ഇന്ന് മാനസികമായിട്ട് അങ്ങനെ ഒരു ഇതിന് തയ്യാറല്ല. അവൻ ഒരുപാട് വിഷമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടി അവനെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ആ അനാമികയുടെ കാര്യം കൂടി പറയണം. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ശരിയാകാത്തത് കൊണ്ട് തന്നെ വേണുവും രേവതിയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും അവരിവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ആദർശേട്ടൻ പറയണമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാം, അത് ശരിയാ, ചിലപ്പോൾ അനാമിക അവളുടെ അച്ഛനും അമ്മയൊക്കെ ഈ സമയത്ത് ഇവിടെ വരാം. കാരണം ലീഗലി ഡിവോഴ്സ്ഡ് ആകാത്തത് കൊണ്ട് തന്നെ മറ്റൊരു മോതിരുമാറ്റമൊക്കെ നടത്തുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു വരാം. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും ഉണ്ടാകാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയാം, എന്നാൽ അങ്ങനെയൊക്കെ മതി ആദർശേട്ടാ, തൽക്കാലം ഈ വിവാഹ നിശ്ചയം നീട്ടിവെക്കാം. അതിനുശേഷം അവന്തികയെ കുറിച്ചിട്ടുള്ള സത്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ് തീരുമാനം എടുക്കാം. മുത്തശ്ശനെ കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറയാം. അങ്ങനെ ആദർശ എന്ന മുത്തശ്ശനെ കാണുകയാണ്. മുത്തശ്ശനോട് പറയണം, മുത്തശ്ശ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. മുത്തശ്ശി ചോദിക്കുക, എന്താ ആദർശ വിവാഹ നിശ്ചയമല്ലേ ഇന്ന്, അതിനെക്കുറിച്ചിട്ടാണോ? അനിയൊക്കെ റെഡിയായോ എന്നൊക്കെ ചോദിക്കുക ഭയങ്കര സന്തോഷത്തിൽ. മുത്തശ്ശിയുണ്ടേ. അപ്പോൾ ആദർശ് പറയാം, മുത്തശ്ശ എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഈ കാര്യം മുത്തശ്ശനോട് പറയാൻ. അപ്പം മുത്തശ്ശൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ വിവാഹ നിശ്ചയം മുത്തശ്ശൻ കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെക്കണമെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, അതെന്താ ആദർശം അങ്ങനെ പറയാൻ? വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു, എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി, പുരോഹിതനും എല്ലാം എത്തി, ഇനിയിപ്പോൾ എന്ത് നീട്ടിവെക്കണം എന്നാണ് പറയുന്നത്? എന്താ ആദർശം നീ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് മുത്തശ്ശ, അനി മാനസികമായിട്ട് നല്ല വിഷമത്തിലാണ്. അവൻ ഈ വിവാഹ നിശ്ചയത്തിന് തയ്യാറല്ല. ഇപ്പോഴും വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ അവൻ ഇവിടുന്ന് പോയത്. ഈ വിവാഹ നിശ്ചയം നടന്നാൽ അവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, അത് ആദ്യം മുതലേ അവൻ പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ഉണ്ടായ കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ മനസ്സ് നമ്മൾ കാണേണ്ടതാണ്. കാരണം ഇത് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും അബദ്ധം ചെയ്യാൻ പോയാലോ, നേരത്തെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് സമയം കൂടി അവന് കൊടുക്ക്. അവൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞങ്ങൾ പാകപ്പെടുത്താം. അവന്തികയുമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അവനെ അടുപ്പിക്കാം. അതുവരെ ഇത് നീട്ടിവെക്കാം. അപ്പോൾ മുത്തശ്ശൻ പറയാം, ഇല്ല അതൊന്നും നടക്കില്ല, അങ്ങനെയൊക്കെ നാണക്കേടല്ലേ, അത് ശരിയാനൊന്നും പോകുന്നില്ല. അവന്തിക മോളോട് ഞാൻ എന്ത് പറയും? ആ കുട്ടിയെ ആഗ്രഹിച്ചിരിക്കുകയല്ലേ, അവൾ വിവാഹ നിശ്ചയത്തിന് തയ്യാറായിരിക്കുക. ജലജയോടും അഭിയോടും ഒക്കെ എന്താ പറയുക? അവരൊക്കെ കാത്തിരിക്കുന്നിടത്ത് വിവാഹ നിശ്ചയം നീട്ടിവെക്കാനോ? പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയാം, അത് മുത്തശ്ശ അതുകൊണ്ട് മാത്രമല്ല വേറെ ചില കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് അത്? ആ അനാമികയുടെ വീട്ടുകാരും ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ വിവാഹ നിശ്ചയം നടത്തുന്നതിനോട് യാതൊരു താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അനാമികയുമായിട്ട് അനി ഡിവോഴ്സ് ആയിട്ടൊന്നുമില്ലല്ലോ, കേസ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ്. മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ മോതിരമിടുക, വിവാഹം ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ്. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം മതി. അല്ലെങ്കിൽ ചിലപ്പോൾ വേണുവും രേവതിയൊക്കെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനാമികയും അതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരെത്തുകയും ഇവിടെ വന്നൊരു പ്രശ്നവും കോലാഹലവും പോലീസും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഇത് കുറച്ചുകൂടി നീട്ടിവെക്കേ. ഒന്നെങ്കിൽ അനിയുടെ മനസ്സൊന്ന് പാകപ്പെടുന്നവരെ, അല്ലെങ്കിൽ അനാമികയുടെ കേസിൽ നിന്ന് അനി ഡിവോഴ്സ് ആകുന്നത് വരെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം മുത്തശ്ശ എന്ന് പറയാം.
അപ്പം മുത്തശ്ശനെ നോക്കിയിട്ട് പറയാം, ശരിയാ, ആദർശ് പറയുന്നതിലും കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ വന്ന അനാമികയും കൂട്ടരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ശരിയല്ല. പിന്നെ അവന് മാനസികമായിട്ട് തയ്യാറെടുക്കട്ടെ. അവന്തിക മോളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അവൾ മറ്റൊരു കുട്ടിയല്ലല്ലോ, ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ സമ്മതിക്കുകയാണ് കേട്ടോ. വിവാഹ നിശ്ചയം കുറച്ചുകൂടി അങ്ങ് നീട്ടി വെക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് നിർത്തിയിരിക്കുക മുത്തശ്ശൻ. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ അവന്തികയൊക്കെ ഒരുമാതിരി റെഡിയായിട്ടൊക്കെ നിൽക്കുക കേട്ടോ, ജലജയും ഒക്കെ. അപ്പം മുത്തശ്ശൻ പറയാണ്, എല്ലാവരോടുകൂടെ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ പേരിൽ അവന്തിക മോളോട് മാപ്പ് ചോദിക്കാമെന്ന് പറയുക. അപ്പോൾ എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുക അവന്തിക. അപ്പോഴേക്കും പറയാണ്, അതെ, ഇന്നത്തെ വിവാഹ നിശ്ചയം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റി വെക്കുകയാണ്. ഇന്നിങ്ങനെ ഒരു അവസരത്തിൽ വിവാഹ നിശ്ചയം നടത്താൻ താല്പര്യമില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം അനി തന്നെയാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. അവൻ ഇതിന് മാനസികമായിട്ട് തയ്യാറല്ല. എന്തൊക്കെയോ ഭ്രാന്ത് പിടിച്ച പോലെ വിളിച്ച് പറഞ്ഞ് നടക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ചടങ്ങ് നടത്തണ്ട. അവൻ്റെ മനസ്സ് ഒന്നുകൂടി പാകമായതിനു ശേഷം മതിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയാ, പിന്നെ അതെങ്ങനെ പറഞ്ഞാൽ പറ്റും? ഇത്രയൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കിയതല്ലേ. ഇനിയും അവൻ്റെ മനസ്സ് എന്തു പാകമാകാനാണെന്നാ അച്ഛനീ പറയുന്നത്. അപ്പോഴേക്കും അഭി പറയാം, ഇതൊരു ചതിയാണ് കേട്ടോ. അവന്തികയെ പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ഇപ്പം അനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ മുത്തശ്ശൻ എന്തിനാ ഈ ചടങ്ങൊക്കെ ഒരുക്കി വെച്ചത്, ഇന്നത്തെ ഡേറ്റ് കുറിച്ചത്, ഇതിന് എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയത്? എല്ലാവരെയും അങ്ങ് നാണം കെടുത്തായിരുന്നു മുത്തശ്ശൻ എന്ന് ചോദിക്കുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ നീ അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ആരാ എന്താണെന്നുള്ള വിവരം എനിക്കറിയാം. നീ ഈ വീട്ടിൽ തുടരുന്ന തന്നെ എന്തുകൊണ്ടാണെന്നുള്ള വിവരവും അറിയാം. പിന്നെ അവന്തിക മോളുടെ കാര്യം അത് മോക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല കാരണം, ആ അനാമിക അവൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആദർശ് പറഞ്ഞു. അവളുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും അനിയുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ ചടങ്ങിൻ്റെ ഇടയിൽ വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി പോലീസും കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ നാണക്കേട്. അതുകൊണ്ട് കുറച്ചുകൂടി ഇതങ്ങ് നീട്ടി വയ്ക്കാം. ഇത് നീട്ടി വയ്ക്കുന്നതെന്നല്ലേ ഉള്ളൂ, ചടങ്ങ് നടത്തുന്നില്ലെന്നല്ലേ ഉള്ളൂ. വിവാഹം എല്ലാവരും കൂടി ചേർന്ന് ഉറപ്പിച്ചതല്ലേ. ഇനിയിപ്പോൾ അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ആ വിവാഹ നിശ്ചയം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആദർശിന് ഭയങ്കര ഇതാവുകയാണ്. ആദർശൻ നയനയും കൂടെ സംസാരിക്കുമ്പം നയനയോട് പറയുക, ഇനിയിപ്പം ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊന്നും അറിയണം. എന്തുകൊണ്ടാണ് നാഗേന്ദ്രൻ ഇത്രയും ശത്രുത? മകളെ കൂടെ കൂട്ടി ഇങ്ങനെയും കുടുംബത്തിനെതിരെ കളിക്കാനായിട്ട് അയാൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ അയാളുടെ ഭാഗത്ത് നിർത്തുക, അപ്പച്ചി അയാളുടെ ഭാഗത്ത് നിർത്താതെ ഇരിക്കുകയും ചെയ്യണമെങ്കിൽ അപ്പച്ചിയും അയാളും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അപ്പച്ചി അയാളുടെ കൂടെ ചേർത്തേനെ. ഇതിപ്പോൾ അവന്തികയും അബിയും അയാളുടെ കൂടെ ചേർന്ന് ഈ കുടുംബമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. മുത്തശ്ശനെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം അപ്പച്ചിയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടെത്തണം. കാര്യം ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ ഒരു ഭാഗത്തു നിന്നുള്ള ഉത്തരം കിട്ടുമായിരിക്കും. പക്ഷേ ഈ നാഗേന്ദ്രൻ ആരായിരുന്നെന്നും ഇതിനു ശേഷം എങ്ങോട്ടാണ് പോയതെന്നും അതിൻ്റെ വിവരങ്ങൾ, എന്തുകൊണ്ടാണ് നാഗേന്ദ്രനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതെന്നും ഇപ്പോഴും അപ്പച്ചി അയാളോട് വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്നും അയാൾക്ക് അപ്പച്ചിയോട് ഇത്രയധികം ദേഷ്യം ഉണ്ടാകാൻ കാരണം എന്താണെന്നും ഒക്കെയുള്ള വിവരം നമ്മൾ അറിയണ്ടേ. അതിനായിട്ട് ഞാൻ ഒരു അന്വേഷണത്തിന് പോകാമെന്ന് പറയുമ്പം ശരിയാ ആദർശേട്ടാ, അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് നയനി. അതേസമയം നവ്യ അബിയോട് പറയുന്നുണ്ട് കേട്ടോ, അതെ, ഈ വിവാഹ നിശ്ചയം മുടങ്ങിയത് ഒരു കണക്കിന് നന്നായി. നീ അവനത്ര ശരിയൊന്നുമല്ല എന്ന് പറയാം. അപ്പോൾ അബി ചോദിക്കുക, എന്താണ് അങ്ങനെ മുടങ്ങിയത് നന്നായെന്ന് പറയാൻ? അത് നടക്കണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അത് ഇപ്പോഴും അബി ആനിയുടെ മനസ്സിൽ നന്ദുവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വിവാഹമൊക്കെ നടന്നു കഴിഞ്ഞാൽ അവന്തികയ്ക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമാകും. അനാമികയ്ക്ക് വന്ന പോലെയുള്ള അവസ്ഥ അവന്തികയ്ക്ക് കൂടി വന്നാൽ എന്താവുമെന്ന് അറിയില്ലേ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴബി പറയാം, ഒരു കണക്കിന് അതൊക്കെ ശരിയാ, പക്ഷേ അവന്തികയുടെയും ആനിയുടെയും വിവാഹം എന്തായാലും നടക്കണം, അത് ആവശ്യം തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പം നവ്യ മനസ്സ് വിചാരിക്കുക, ഇപ്പം ഞാൻ നടത്തിച്ച് തരാടാ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നൊക്കെയുണ്ട്. അതിനൊക്കെ പിന്നീട് കാണിക്കുന്നത് ആദർശ് നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചു പോവുകയും നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യം അറിയുകയും ചെയ്യാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അനന്തപുരി തറവാട്ടിൽ നിന്ന് നാഗേന്ദ്രനെ അടിച്ചിറക്കിയത് എന്നാൽ ജലജയും കുട്ടികളും പോകാതിരുന്നത് എന്നുള്ള കാര്യം. നാഗേന്ദ്രൻ ജ്വല്ലറിയിൽ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ജലജ ഒരാഗ്രഹം പറയാണ് നാഗേന്ദ്രനോട്, ആ ജ്വല്ലറിയിൽ നിന്ന് കുറച്ച് പണം മാറ്റണമെന്നും കുറച്ച് ഓർണമെൻറ്റ്സ് ജലജയ്ക്ക് വേണ്ടി എടുക്കണം, നമുക്ക് സ്വന്തമായിട്ട് കുറേ പണം വേണ്ടേ, അതിനുവേണ്ടി ഇങ്ങനെ ഒരു തിരിമറി ചെയ്യണമെന്ന് ജലജ ആവശ്യപ്പെടുക.
അപ്പോൾ നാഗേന്ദ്രൻ ഗത്യന്തരമില്ലാതെ ജലജയോട് പറയുന്നുണ്ട്, ശരിയാ, നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഫേവർ ചെയ്യാം, പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിൻ്റെ പേരിൽ എന്നെങ്ങാനും പിടിക്കപ്പെട്ടാൽ നീ എൻ്റെ കൂടെ നിന്നേക്കണം, എന്നെ തള്ളി പറയരുത് എന്ന് പറയാം. ജലജ പറയുന്നുണ്ട്, ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നേക്കാം, എന്തായാലും എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, നമുക്ക് കുറേ അധികം ഓർണമെൻറ്റ്സും കുറേ അധികം പണവും നമ്മുടെ കൈ വരാൻ പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ ജ്വല്ലറിയിൽ ക്രമക്കേടൊക്കെ നടത്തുകയാണ് നാഗേന്ദ്രൻ, അതുവഴി കുറേ പണമൊക്കെ അടിച്ച് മാറ്റുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ ഇത് പിടിക്കുമ്പോൾ നാഗേന്ദ്രനെ കാരണം നോക്കി കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനി അനന്തപുരി നീ നീക്കണ്ട, ഇറങ്ങിക്കോളാൻ പറയണേ, ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ ബാഗ് സഞ്ചിയൊക്കെ ആയിട്ട് നിന്ന് എല്ലാവരും കൂടെ വലിച്ചിറക്കുക. അജയൻ ബാഗൊക്കെ എടുത്ത് എറിയാണ്. അതേസമയം ജലജയോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നോന്ന്. അപ്പോൾ ജലജ പറയാണ്, ഇല്ല, ഞാൻ വരില്ല, ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്, ഞാനും കുട്ടികളും ഈ സമയത്ത് നിങ്ങളുടെ കൂടെ എങ്ങോട്ട് വരാനാ എന്ന് ചോദിക്കുകയാണ്. അത് നാഗേന്ദ്രൻ്റെ മനസ്സിൽ കൊള്ളാണ്. നാഗേന്ദ്രനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ജലജ നാഗേന്ദ്രനെ തള്ളി പറയാണ്. അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് മനസ്സ് വിഷമിച്ച നാഗേന്ദ്രൻ. അതാണ് കേട്ടോ നാഗേന്ദ്രൻ ഇത്രയധികം ശത്രുത ജലജയോടും അതുപോലെ അനന്തപുരിയോടും ഉണ്ടാകാനായിട്ടുള്ള കാരണം. അതൊക്കെ ആദർശ് കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.